ഇതാ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ അവൽ കൊണ്ടും ഉള്ള ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. എണ്ണ പലഹാരം പോലെയല്ലല്ലോ, വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. പുഴുങ്ങിയെടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് മധുരം ചേർക്കാതെ ഉണ്ടാക്കിയാലും രുചികരമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അവലും ശർക്കരയും തേങ്ങയൊക്കെ ഉപയോഗിച്ചുള്ള ഒരു സ്നാക്സാണ്, 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി, ഒരു നാഴി അരിപ്പൊടി ഉണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നമുക്ക് തിളച്ച ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ശർക്കരയായിട്ട് ഞാനിത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവലെടുക്കാം. ഇതാ ഈ അവല് ഒരു 100-120 ഗ്രാം അവലുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ഇതൊന്ന് നനച്ച് പിഴിഞ്ഞെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, ഈ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് അതിനൊരു ഭംഗിക്ക് വേഗത്തുനിന്ന് വെന്ത് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. കണ്ടോ, വട പോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് അടുപ്പത്ത് വെച്ച് ഇഡ്ഡലി ചെമ്പി വെച്ച് പുഴുങ്ങിയെടുക്കാം. അതോടുകൂടി അടിപൊളി 4 മണി പലഹാരം റെഡിയാകും. ഇതാ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ അവൽ കൊണ്ടും ഉള്ള ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. എണ്ണ പലഹാരം പോലെയല്ലല്ലോ, വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. പുഴുങ്ങിയെടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് മധുരം ചേർക്കാതെ ഉണ്ടാക്കിയാലും രുചികരമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.